സംസ്ഥാനത്ത് ഇപ്പോൾ വലിയ ചൂടാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ചൂടിന്റെ പശ്ചാത്തലത്തിൽ സാധാരണക്കാരായ ആളുകൾക്കടക്കം കർശനമായ ചില നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നിർജ്ജലീകരണത്തിനുള്ള സാധ്യത വളരെ കൂടുതൽ ആണ്. അതുകൊണ്ട് തന്നെ ജോലി ചെയ്യുന്ന ആളുകൾ ധാരാളം വെള്ളം കുടിക്കണം എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൊച്ചുകുട്ടികളെ ഉൾപ്പെടെ കൃത്യമായി പരിചരിക്കണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഒപ്പം ഉച്ചസമയത്ത് കഴിയുന്നത്ര വെയിൽ കൊള്ളാതിരിക്കുവാനുള്ള ശ്രദ്ധ പുലർത്തണം എന്ന നിർദ്ദേശമൊക്കെ ഇപ്പോൾ ആരോഗ്യവകുപ്പ് നൽകുന്ന പശ്ചാത്തലമുണ്ട്. അതേസമയം ഈ ചൂട് കനത്തതോടുകൂടി സംസ്ഥാനത്ത് ചെറുതും വലുതുമായ തീപിടുത്തങ്ങൾ വ്യാപകമാവുകയാണ്. തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഈയിടെ നിരവധി തീപിടുത്ത അപകടങ്ങൾ ആണ് ഉണ്ടായത്. ഇത്തരം അപകടങ്ങൾ വർദ്ധിക്കുവാൻ പ്രധാന കാരണം അശ്രദ്ധയാണ് എന്നും പൊതുജനം കൂടുതൽ ജാഗ്രത പാലിക്കണം എന്നുമാണ് അഗ്നിരക്ഷാസേനയുടെ അറിയിപ്പ്. കേരളത്തിൽ വേനൽക്കാലം ആരംഭിക്കുവാൻ കുറച്ച് മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. പക്ഷേ കഴിഞ്ഞ കുറച്ച് ആഴ്ചകളും മാസങ്ങളുമായി കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തീപിടിക്കുന്ന സംഭവങ്ങൾ വളരെ വ്യാപകമായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്ന തിരുവനന്തപുരം ജില്ലയിലെ ചാക്ക ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷനിൽ നിന്ന് മാത്രം കഴിഞ്ഞ 2 മാസങ്ങൾക്കിടെ 76 അഗ്നിബാധ കോളുകളാണ് എത്തിയിരിക്കുന്നത്. അതിൽ ചെറുതും വലുതുമായിട്ടുള്ള സംഭവങ്ങളുണ്ട്. പക്ഷേ അതിൽ ഭൂരിഭാഗവും ജനങ്ങളുടെ അശ്രദ്ധ മൂലമുണ്ടാകുന്ന അപകടങ്ങളുമാണ്. തലസ്ഥാന നഗരത്തിന്റെ പ്രധാന തലവേദനയായ മാലിന്യ സംസ്കരണത്തിലെ അപാകതകൾ തീപിടുത്ത അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. എളുപ്പത്തിൽ മാലിന്യം ഒഴിവാക്കാനായി മനഃപൂർവ്വം തീയിടുകയും ഇത് അപകടത്തിന് കാരണമായ നിരവധി സംഭവങ്ങൾ തലസ്ഥാനത്തുണ്ടായിട്ടുണ്ട്. മാലിന്യ കൂമ്പാരങ്ങൾക്ക് തീയിടുന്നത് വലിയ അപകടങ്ങൾക്ക് എളുപ്പത്തിൽ വഴിവെക്കും. ഈ ഒരു സമയത്ത് നമ്മുടെ ഈ പറമ്പിലൊക്കെ ഒത്തിരി പുല്ലും കാടൊക്കെ പിടിച്ച് കിടപ്പുണ്ട്. അപ്പോൾ പലരും അത് വൃത്തിയാക്കി കത്തിക്കാറാണ് പതിവ്. അപ്പോൾ അത് കത്തിക്കുന്ന സമയത്ത് മതിയായ ഒരു സുരക്ഷ അത് നമ്മൾ എപ്പോഴും സ്വീകരിച്ചിരിക്കണം. അത് നമ്മുടെ കൺട്രോളിലായിരിക്കണം അത് ചെയ്യുന്നത്. അപ്പോൾ അതിനു വേണ്ടി നമ്മളെപ്പോഴും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ധരിക്കുന്ന ഡ്രസ്സ് മുതൽ ഇൻ കേസ് ആ ഒരു നമ്മളെ കൺട്രോൾ വിട്ട് അത് സമീപത്തോട് പടരുകയാണെങ്കിൽ എന്ത് ചെയ്യണം, അതിനായിട്ടുള്ള തീ അണയ്ക്കുന്നതിന് വേണ്ടിയുള്ള വെള്ളം, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ കരുതിയിരിക്കണം. കഴക്കൂട്ടത്ത് 2 തവണയായി ഈയിടെ അടിക്കാടുകൾക്ക് തീ പിടിച്ചിരുന്നു. അഗ്നിരക്ഷാസേന ഒരുപാട് പണിപ്പെട്ടാണ് തീ അണച്ചത്. കാട് മൂടിക്കിടക്കുന്ന വിശാലമായ സ്ഥലങ്ങൾ എളുപ്പത്തിൽ വൃത്തിയാക്കാൻ വേണ്ടിയും ചിലർ കാടുകൾക്ക് തീയിടാറുണ്ട്. പകൽ സമയങ്ങളിൽ കനത്ത ചൂടായതുകൊണ്ട് തീ പെട്ടെന്ന് മറ്റുള്ള ഭാഗങ്ങളിലേക്ക് പടർന്നു പിടിക്കും. ഈ സമയത്തൊക്കെ തന്നെ പല സ്ഥലങ്ങളിലായിട്ട് വേസ്റ്റ് ഡംപ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സ്ഥലങ്ങളിൽ എങ്ങനെയാണെന്ന് അറിയില്ല, പലപ്പോഴും അതിൻ്റെ സമീപത്തായിട്ട് ഒരു അഗ്നിബാധ ഉണ്ടാവാറുണ്ട്. അത് തൊട്ടടുത്തായിട്ട് കിടക്കുന്ന ഈ ഒരു വലിയ രീതിക്ക് മാലിന്യം സൂക്ഷിച്ചിട്ടുള്ള സ്ഥലത്തോട്ട് അത് സ്പ്രെഡ് ആവാറാണ് പതിവ്. പറമ്പുകളിലെ കരിയിലകൾ കൂട്ടിയിട്ട് കത്തിക്കുന്നതിൽ വരെ നല്ല ശ്രദ്ധയുണ്ടാകണം. തീ നിയന്ത്രണ വിധേയമാകാൻ അഗ്നിരക്ഷാസേനയെ വിവരമറിയിക്കുന്നതിലും ശ്രദ്ധ അനിവാര്യമാണ്. അവർക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജ് ക്ലിയർ ആയിരിക്കുക, ഏത് വാഹനം അങ്ങോട്ട് കടന്നെത്തും. ചിലപ്പോൾ നമുക്ക് മെസ്സേജ് കിട്ടുന്നത് വലിയൊരു ഈ ഒരു കാട്ടിന് ഫയറായിരിക്കും, ഇല്ലെങ്കിൽ വലിയൊരു പറമ്പിന് ഫയറായിരിക്കും. പക്ഷെ നമ്മളെ വലിയ വണ്ടി കൊണ്ട് ചെറിയ നമ്മുടെ വാഹനങ്ങളുണ്ട്. അപ്പോൾ ഏത് വാഹനമാണ് എത്താൻ പറ്റുന്നത് അത് കൃത്യമായിട്ട് അതെന്ന് പറയുക. പിന്നെ സമീപത്തായിട്ട് എന്തെങ്കിലും അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ സമീപത്തായിട്ട് എന്തെങ്കിലും കുളമോ വെള്ളത്തിൻ്റെ എന്തെങ്കിലും സോഴ്സ് ഉണ്ടെങ്കിൽ അതും കൂടെ ഈ വരുന്നവർക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. തലസ്ഥാനത്ത് അടിക്കാടുകൾക്ക് തീപിടിക്കുന്ന സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്തതിൽ ഭൂരിഭാഗവും. വലിയ അപകടങ്ങളിലേക്ക് ഇവ വഴിവെച്ചിട്ടുമില്ല. എന്നാൽ ജീവന് ഭീഷണിയാകുന്ന വലിയ തീപിടുത്തങ്ങളിൽ സഹായം എത്തുന്നത് വരെയുള്ള സമയം ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും വേണം. ചൂടായിട്ടുള്ള ഈ ഒരു സ്മോക്കല്ല, പോയിസണസ് ടോക്സിക് ആയിട്ടുള്ള സ്മോക്ക് കെട്ടിടത്തിന് മുകളിലോട്ടായിരിക്കും വരുന്നത്. ഇപ്പോൾ ഒരു റൂമിനാണെങ്കിൽ പോലും ആ ഒരു സീലിങ്ങിലോട്ടായിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ഹൈറ്റ് നമ്മൾ മാക്സിമം ഈ ഒരു ബെൻഡ് ചെയ്ത് കുനിഞ്ഞ് ആ ഒരു മുട്ടിലഴഞ്ഞ് വരുന്ന രീതിക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ടോക്സിക് ഗ്യാസുകൾ നമുക്ക് ഏൽക്കുന്നത് കുറയും. അതുപോലെ തന്നെ നമുക്ക് നനഞ്ഞ തുണിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ച് വായും മുഖവും കവർ ചെയ്യുന്ന രീതിക്ക് കവർ ചെയ്ത് വന്നു കഴിഞ്ഞാൽ കുറേ കൂടി ഇത്രയും ടോക്സിക് ഗ്യാസിൽ നിന്നൊക്കെ ഉള്ള ഒരു എഫക്റ്റ് കുറയും. വേനൽ ആരംഭിക്കുന്നതോടെ അപകടങ്ങൾ സ്വാഭാവികമായും വർദ്ധിക്കാനിടയുണ്ട്. വലിയ അപകടങ്ങളിലേക്ക് എത്താതിരിക്കാൻ അഗ്നിരക്ഷാസേനയ്ക്കൊപ്പം തന്നെ ജനങ്ങളും ശ്രദ്ധാലുക്കളായിരിക്കണം. ന്യൂസ് 18 തിരുവനന്തപുരം. അങ്ങനെ ചൂടുകാലത്ത് കൂടുതൽ അപകടങ്ങൾ വർദ്ധിക്കുവാനുള്ള സാധ്യത കൂടിയുണ്ട്. അങ്ങനെയുള്ള ഒരു ജാഗ്രത കൂടി ജനങ്ങൾ പുലർത്തണം എന്നുള്ളതാണ്. ഇപ്പോൾ സാരംഗ് ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. സാരംഗ്, നമ്മൾ വിദ്യാഭ്യാസപരമായൊക്കെ ഏറെ മുന്നിൽ നിൽക്കുമ്പോഴും ചില പ്രായോഗിക അറിവുകളിൽ നമ്മൾ പിന്നിലേക്ക് പോകുന്ന സാഹചര്യമുണ്ട്. അതൊന്നും നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമല്ലായിരുന്നതാണ്. ഇപ്പോൾ ഈ പ്രഥമ ശുശ്രൂഷ അതെങ്ങനെ നൽകാം എന്നതിൽ നമുക്ക് വലിയ സംശയങ്ങൾ ഇപ്പോഴുമുണ്ട്. അതുപോലെ അപകടങ്ങളിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം, അപകടമുണ്ടായാൽ എങ്ങനെ രക്ഷപ്പെടാം, ഇത്തരം പരിശീലനമൊക്കെ വളരെ കുറവാണ്. പക്ഷേ കാലം മാറുന്നു. പ്രത്യേകിച്ച് സാരംഗിൻ്റെ റിപ്പോർട്ട് തുടങ്ങുന്നത് പോലെ വേനൽക്കാലം തുടങ്ങുന്നതേ ഉള്ളൂ. പക്ഷേ വേനൽക്കാലത്ത് വെല്ലുന്ന ചൂടാണ് ഇപ്പോൾ തന്നെ അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ തീപിടുത്തമുണ്ടായാൽ അത്
അണയ്ക്കുക എന്നത് ഏറെ ശ്രമകരമാണ്. ചൂടായ വസ്തു ആയതുകൊണ്ട് തന്നെ തീ വളരെ പെട്ടെന്ന് ആളിപ്പടരുന്ന സാഹചര്യം കോഴിക്കോട് തന്നെ കഴിഞ്ഞ ദിവസം ഉണ്ടായത് നമുക്ക് അറിയാം. നട്ടുച്ച സമയത്തൊക്കെ തീ ആളിപ്പടർന്നാൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യം. അപ്പോൾ ഏത് തരത്തിലുള്ള മുൻകരുതലുകൾ സ്വീകരിക്കണം, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് പറയുന്നത്? അഭിലാഷ്, ഈ ഒരു റിപ്പോർട്ടിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ അഗ്നിരക്ഷാ സേനയെ അടക്കം ഇപ്പോൾ വളരെയധികം 2 മാസത്തിനിടെ ഉണ്ടായിട്ടുള്ള അപകടങ്ങളുടെ കണക്ക് തന്നെ നമ്മളിപ്പോൾ വിശദീകരിച്ചിരുന്നു. 70-ലധികം അതായത് അഗ്നിബാധയുമായി ബന്ധപ്പെട്ട കോളുകൾ ചാക്ക സ്റ്റേഷനിൽ മാത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു എന്നായിരുന്നു ഇപ്പോൾ നമ്മൾ റിപ്പോർട്ടിൽ നൽകിയിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഭൂരിഭാഗവും മാലിന്യങ്ങൾക്ക് തീയിടുന്നത്. അതായത് ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിൻ്റെ കാര്യമായിക്കോട്ടെ, മറ്റെല്ലാ നഗരങ്ങളുടെയും കാര്യമെന്ന് പറയുമ്പോൾ തന്നെ ചില ഭാഗങ്ങളിൽ മാലിന്യം കൂട്ടിയിടുന്നു. അത് എളുപ്പത്തിൽ ഈ ഒരു നഗരസഭയോ അല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്ത് അടക്കം നീക്കം ചെയ്യുന്ന കാലതാമസം ജനങ്ങളെ അത് വലിയ ബുദ്ധിമുട്ടിലേക്ക് എത്തിക്കും. അത് പെട്ടെന്ന് പരിഹരിക്കാൻ, അതായത് തീയിടുക എന്ന് പറയുന്നതാണ് വളരെ എളുപ്പത്തിൽ ഒരു മാലിന്യ സംസ്കരണത്തിന് അല്ലെങ്കിൽ ഒരു മാലിന്യം ഒഴിവാക്കാനുള്ള എളുപ്പ വഴിയായിട്ടാണ് ജനങ്ങൾ കാണുന്നത്. പക്ഷേ തീയിടുന്നതും തീയിട്ട് ആ തീ നിയന്ത്രണ വിധേയമാകാതെ വരുമ്പോഴും അല്ലെങ്കിൽ തന്നെ ഈ ഒരു തീ അവരുടെ കയ്യിൽ നിന്നും കൈവിട്ടു പോവുക അല്ലെങ്കിൽ തൊട്ടുള്ള പ്രദേശങ്ങളിലേക്കും അടിക്കാടുകൾക്കും എളുപ്പം തീപിടിക്കാനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. കാരണം കനത്ത ചൂടാണ് പകൽ സമയങ്ങളിൽ. അത് രാവിലെ നേരത്തെ തന്നെ ചൂട് ആരംഭിക്കുന്നു. വൈകുന്നേരം വളരെ നീണ്ടു നിൽക്കുന്ന സമയത്തടക്കം ചൂട് കൂടുതലായി അനുഭവപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു തീ പല ഭാഗങ്ങളിലേക്കും പടരാനുള്ളൊരു സാഹചര്യമുണ്ട്. ഇതിനൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ചെറിയ രീതിയിൽ നമ്മൾ തീയിട്ട് പോകുമ്പോൾ പോലും അത് പൂർണ്ണമായി അണയാതെ അവിടെ നിന്ന് മാറുന്നത് അത് വലിയ അപകടങ്ങൾക്ക് വഴിവെക്കും. കാരണം ചെറിയൊരു ഭാഗം മാത്രമായിരിക്കും ചിലപ്പോൾ നമ്മൾ തീയിടുന്നത്. പക്ഷേ അത് ഇപ്പോൾ കാറ്റടക്കം വളരെ വലിയ രീതിയിൽ, തിരുവനന്തപുരത്ത് ആണെങ്കിൽ പോലും പകൽ സമയത്ത് നല്ല രീതിയിൽ കാറ്റുണ്ട്. ഈ ഒരു കാറ്റ് ഈ ഒരു ചെറിയ തീ പോലും മറ്റുള്ള ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിനൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു നമ്മളെ റോഡിൻ്റെ വശങ്ങളിലടക്കം ഇപ്പോൾ ഇളനീർ, അതായത് തമിഴ്നാട്ടിൽ നിന്നടക്കം വരുന്ന ഇളനീരുകൾ വെട്ടിവിൽക്കുന്ന പല കടകളുമുണ്ട്. ഇതെല്ലാം റോഡ് സൈഡുകളിൽ ഉപേക്ഷിക്കുന്നു. ഇവിടെയൊക്കെ ചെറിയ രീതിയിൽ ഒരു തീപ്പൊരി ഉണ്ടാവുക അല്ലെങ്കിൽ ചെറിയൊരു തീ ഉണ്ടാകുമ്പോൾ ആ തീ പടരുന്നത് ഇത്തരം ഈ ഒരു വസ്തുക്കൾക്ക്, അതായത് ഈ ഒരു കരിക്കുമായി ബന്ധപ്പെട്ട പല സാധനങ്ങൾക്കും തീ പിടിക്കുന്നത് നിയന്ത്രണ വിധേയമാകാൻ വലിയ ബുദ്ധിമുട്ടെന്നാണ് അഗ്നിരക്ഷാ സേനയടക്കം പറയുന്നത്. ഇനി അടിക്കാടുകൾ, ഈ റിപ്പോർട്ടിൽ സൂചിപ്പിച്ച പോലെ തന്നെ വലിയ രീതിയിലുള്ള കാടുകൾക്ക് വളരെ എളുപ്പം നീക്കം ചെയ്യണമെങ്കിൽ അതിന് തീയിടുക എന്നൊരു എളുപ്പപ്പണി പലരും ചെയ്യുന്നുണ്ട്. പക്ഷേ അത് എങ്ങനെ നിയന്ത്രിക്കുമെന്നൊരു കാര്യത്തിൽ ജനങ്ങൾക്ക് വലിയൊരു ധാരണയില്ല. കാരണം തീ കൈവിട്ട് പോകുമ്പോൾ അഗ്നിരക്ഷാ സേനയെ വിളിക്കുക എന്നതിനപ്പുറത്തേക്ക് വലിയ രീതിയിൽ അത് നിയന്ത്രിക്കാൻ ജനങ്ങൾക്കും വലിയൊരു അറിവില്ല എന്നത് വലിയൊരു ബുദ്ധിമുട്ടാണ്. പിന്നെ തിരുവനന്തപുരം നഗരത്തിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ഭാഗങ്ങളും, അതായത് നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും അഗ്നിരക്ഷാ സേനയ്ക്ക് എത്തിപ്പെടാനുള്ളൊരു സാഹചര്യം കുറവാണ്. അതായത് വാഹനങ്ങളുടെ ഗല്ലികളിലേക്കടക്കം വാഹനങ്ങൾക്ക് എത്താനുള്ളൊരു സൗകര്യക്കുറവ് വലിയ രീതിയിൽ അഗ്നിരക്ഷാ സേനയെ അടക്കം ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. ഇത്തരം ഭാഗങ്ങളിൽ സർക്കാരിൻ്റെ ഇടപെടലും വളരെ വലിയ ആവശ്യകതയാണ്. കാരണം ഫയർ ഹൈഡ്രൻറ്റുകൾ ഈ ഭാഗത്ത് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു വാഹനത്തിന് എത്താൻ കഴിഞ്ഞില്ലെങ്കിലും അഗ്നിരക്ഷാ സേനയ്ക്ക് അവിടേക്ക് എത്താൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ ഈ ഒരു തീ അണക്കാനുള്ളൊരു സാഹചര്യം ഒരുക്കാൻ പറ്റും. അതിനൊപ്പം തന്നെ പല ഭാഗങ്ങളിലും ഇന്നലെ അഗ്നിരക്ഷാ ഉദ്യോഗസ്ഥനടക്കം നമ്മോട് സംസാരിച്ചതിലും വ്യക്തമായത്, പല ഭാഗങ്ങളിലും ഈ ഒരു അഗ്നിരക്ഷാ ഉദ്യോഗസ്ഥർ ഈ ഒരു പരിശോധന നടത്തി നോട്ടീസ് നൽകുകയല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു കെട്ടിട നിർമ്മാണത്തിലെ അപാകത ആയിക്കോട്ടെ, അഗ്നിരക്ഷാ വാഹനങ്ങൾക്ക് എത്താൻ കഴിയാത്തൊരു സാഹചര്യം ആയിക്കോട്ടെ, നോട്ടീസ് നൽകുന്നതിനപ്പുറത്തേക്ക് വലിയ രീതിയിലൊരു നിയമ നടപടി എടുക്കാനോ ഇതിൽ ഒരു കേസെടുക്കാനോ മറ്റോ അഗ്നിരക്ഷാ സേനയ്ക്ക് കഴിയില്ല. ഇതൊരു കലക്ടർക്ക് നിർദ്ദേശം നൽകുക, റിപ്പോർട്ട് സമർപ്പിക്കുക, കലക്ടർ ആ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് സ്ഥാപനം പൂട്ടിക്കുക അല്ലെങ്കിൽ അതിലൊരു റിപ്പോർട്ട് ഇടുക എന്നല്ലാതെ ഇതിൽ കൃത്യമായ നിയമ നടപടി ഇല്ലാത്തതുകൊണ്ട് തന്നെ സ്ഥാപന ഉടമകളായിക്കോട്ടെ, കെട്ടിട ഉടമകളായിക്കോട്ടെ, ഇതിൽ കൃത്യമായി ഇടപെടൽ നടക്കുന്നില്ല. വലിയൊരു അപകടം നടക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ കോഴിക്കോട് ഒരു വ്യാപാര സ്ഥാപനത്തിൽ ഉണ്ടായ തീപിടുത്തത്തിൽ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു വലിയൊരു അപകടം ഉണ്ടാകുമ്പോൾ അഗ്നിരക്ഷാ സേനയെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറും. അതിനു മുൻപ് പലതവണ ഈ സ്ഥലങ്ങളിലെല്ലാം റിപ്പോർട്ട് നൽകിയതുമായിരിക്കാം. പക്ഷേ ഇതിൽ കൃത്യമായൊരു ഫൈൻ ഈടാക്കുകയോ അല്ലെങ്കിൽ കേസ് എടുക്കുകയോ ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം നിലവിലില്ല. കലക്ടർക്ക് ഇടപെടുന്നതിനും പരിമിതികളുണ്ട്. അങ്ങനെ നിയമത്തിന്റെ വശത്തും ഒപ്പം തന്നെ ഒരു പ്രായോഗികമായിട്ടുള്ള അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കുന്നതിലടക്കം മുൻഗണന നൽകിയാൽ മാത്രമേ ഇത്തരം അപകടങ്ങളുടെ വ്യാപ്തി കുറയ്ക്കാൻ കഴിയുള്ളൂ. യെസ്, സംസ്ഥാനത്ത് ഇപ്പോൾ തന്നെ കനത്ത ചൂടാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ചൂട് കൂടുന്നത് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു എന്നതിനോടൊപ്പം അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് കഴിയുന്നത്ര ആളുകൾ സുരക്ഷിതത്വം ഉറപ്പാക്കുവാൻ ശ്രമിക്കണം. അതോടൊപ്പം ജാഗ്രത പുലർത്താനും ശ്രദ്ധിക്കണം എന്ന് അറിയിക്കുകയാണ് അധികൃതർ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.